സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള എല്ലാ പെറ്റ്സിനെയും ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അഫ്കോഴ്സ് ഇതാണ് എൻ്റെ ലവ് ബേർഡ്സിൻ്റെയും ഫിഞ്ചസിൻ്റെയും കേജ്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്, അതായത് അധികം ഞാൻ പറയുന്നില്ല. ഒരു 14 ബഡ്ജീസും ഒരു 8 ഫിഞ്ചസും ഉണ്ട് ഈ കേജിൽ. 2 ഫിഞ്ചസ് ഞാൻ കസിന് കൊടുത്തു, അതുകൊണ്ടാണ് 8 ഫിഞ്ചസായി പോയത്. അതിൽ ഇപ്പം നിന്നെ കാണാമെന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അവർക്ക് കാൽഷ്യം കിട്ടാൻ. ബഡ്ജീസ് ഒന്നും അധികം ബ്രീഡാവുന്നില്ല. ഇപ്പം ബ്രീഡിങ് സീസൺ ആയി, ഇനിയും ബ്രീഡ് ആവുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാവേ. ഫിഞ്ചസുമായിട്ട് ചെറിയ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഫിഞ്ചസിൻ്റെ കേജ് ഇപ്പോൾ വേറൊരു പാർട്ടി യൂസ് ചെയ്യുക. ഇതാണ് കോഴിക്കൂട്. അപ്പം ഇത് നമ്മുടെ നേരത്തെ ലവ് ബേർഡ്സിനെയും ഫിഞ്ചസിനെയും കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന കൂടാണ്. ഇതിലൊരു വലിയ കോഴി ഇപ്പോൾ 6 എണ്ണം ഉണ്ട്. അതിൽ 5 പെടയും ഒരു പൂവനുമാണ്. ഇതാണ് നമ്മുടെ പൂവൻ. ഇവരത്രയ്ക്ക് ഫ്രണ്ട്ലി അല്ല, എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊത്താനായിട്ട് ഓടിക്കും. അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. മുട്ടയിടാൻ തുടങ്ങിയില്ല കേട്ടോ. പക്ഷേ ഈ പൂവൻ കച്ചവടമായി നിൽക്കുന്നതാണ്. പക്ഷേ ആട് വന്നില്ല കൊണ്ടുപോയി ഇതുവരെ. 2 ആഴ്ച കൊണ്ടായി, മറന്നു വന്നു. ഇനിയും വിളിച്ച് ഓർമ്മിപ്പിക്കണം. എന്തായാലും ഉടനെ മുട്ടയിടുമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു കോഴികളാണ്. ഇവരെ ഇടാനായിട്ടാണ് ഫിഞ്ചസിനെ പെട്ടെന്ന് നമ്മൾ മറ്റേ കോഴിലോട്ട് മാറ്റിയത്. ഇത് ഈ വെള്ളമെല്ലാം ലഗോണാണ്. നമ്മളന്ന് കുഞ്ഞു കോഴികളെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതാണ് ഈ വഴിയോരത്തിട്ട് വിൽക്കുന്നത്. ബാക്കിയെല്ലാം അല്ലാതെ സെപ്പറേറ്റ് 100 രൂപ അങ്ങോട്ട് പീസിന് വെച്ച് വാങ്ങിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ്. അതുങ്ങൾ മൊത്തം പെടയാന്ന് തോന്നുന്നു. ഒരാഴ്ചയോടൊക്കെയാണ്, പക്ഷെ പിടിച്ചിടണം. അതുകൊണ്ട് അധികം അങ്ങനെ വിടാറില്ല. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ സെക്ഷൻ, ഫിഷിൻ്റെ സെക്ഷനാണ്. എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഒരു 5-6 ടാങ്കിലായിട്ട് ഞാൻ ഓരോ വെറൈറ്റി ഗപ്പീസിനെ സെറ്റ് ചെയ്തത്. 3 വെറൈറ്റി എപ്പാണ് ഉള്ളത് കയ്യിൽ. ഇത് നമ്മുടെ വൈറ്റ് എക്സഡോടെ ടാങ്കാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഫിഷാണ്. നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ. തേയിലൊക്കെ നല്ല വൈറ്റ് കളറായിട്ട്. ഈ ഫീമെയിലിൻ്റെ സൈസ് കണ്ടിട്ട് വാങ്ങിച്ചാണ്. എന്തെല്ലാം ബ്രീഡായ ഒരു 50 കുഞ്ഞുങ്ങൾ അത്രയൊക്കെ മിനിമം ഇവരെ ബ്രീഡ് ചെയ്യിച്ചാൽ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ തിരിച്ച് ടാങ്കിലോട്ട് റിലീസ് ചെയ്യാം. അപ്പോൾ ഇവരുടെ ടാങ്കിൽ ഇവരുടെ കൂടെ തന്നെ കുറച്ച് വൈൽഡ് ഷ്രിംസ് ഉണ്ട്. വൈൽഡ് ഷ്രിംസ് എന്ന് പറഞ്ഞാൽ മിക്സഡിനകത്തുനിന്ന് കള്ളി ചെയ്യേണ്ട ഇതില്ല. മിക്സഡ് ബോറാണ്, അതിനകത്തുനിന്ന് കളറില്ലാത്ത ഇറങ്ങും. ഇതൊരു കഥയുള്ള ഗപ്പിയാണ്. ഇത് ഞാൻ പെറ്റ് ഷോപ്പിൽ RTM വാങ്ങിക്കാൻ പോകുമ്പോൾ ബാക്കി ചില്ലറ ഇല്ലാത്തതിന് ഹൈബ്രിഡ് ഗപ്പീസിനെ അങ്ങനെ അവർ സിംഗിൾ പീസ് കൊടുക്കാറില്ല. പക്ഷേ അതുകൊണ്ട് അവർക്ക് ചില്ലറ ഇല്ലാത്തതുകൊണ്ട് അവരോട് പറഞ്ഞ് ഈ ഒരു പീസിനെ കൊണ്ടുപോകും, ബ്രീഡ് ആവാറായെന്ന് പറഞ്ഞു. ഇതെനിക്കൊന്ന് ആൽബിനോ, അവരങ്ങനെ അങ്ങോട്ടാണ് പറഞ്ഞത്, പേര് ഞാൻ പറഞ്ഞു കൃത്യം. ആൽബിനോ സാന്റാക്ലോസ് എന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പം ഇത് 2-3 ദിവസത്തിനുള്ളിൽ ബ്രീഡാവും. ഒരു 30 കുഞ്ഞുങ്ങൾ മിനിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്ലാന്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇട്ടൊരു ടാങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ഇട്ടേക്കുവാണ്. ഇതിന് മെയിലില്ലേ. അപ്പോൾ എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് ആണ് അടുത്ത ഗപ്പി. നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ആണ്. ഇവരുടെ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഞാൻ ഗ്രോത്ത് ടാങ്കിലോട്ട് മാറ്റിയതേ ഉള്ളൂ. ഇവരിപ്പം ഒരു പേരേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇവരുടെ കൂടെ തന്നെ കുറച്ച് മിക്സഡ് ഷ്രിംസ് കിടപ്പുണ്ട്. പക്ഷേ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ഗപ്പീസ് പിടിച്ച് തിന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇനി ഇവരെ മാറ്റിയിട്ട് വേണം ഈ മിക്സഡ് ഷ്രിംസിനെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് മിക്സഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. എൻ്റെ കുറച്ച് ഹൈബ്രിഡ് മിക്സഡ് ഗപ്പി ഉണ്ടായിരുന്നു, പക്ഷേ അതുങ്ങളെല്ലാം ചത്തുപോയി. എന്തോ ഒരു അസുഖം വന്ന് കൂട്ടത്തോടന്ന് ചത്തുപോയി. അപ്പോൾ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തോ ഭാഗ്യത്തിന് നേരത്തെ മാറ്റിയിട്ടതാണ്. ഇത് പിന്നെ നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവർ ഞാൻ വലിയൊരു ബേസിനകത്ത് ഗ്രോത്ത് ടാങ്കായിട്ട് ഇട്ടേക്കാണ്. ഇൻഫോസോറി ഉണ്ടാകാനാണ് ഈ വാഴയിൽ ഇട്ടേക്കുന്നത്. കുറേ പേരുണ്ട്, 30 പേരോളം ഉണ്ട്. പക്ഷേ ബ്ലാക്ക് ടാങ്ക് അതാണ് കാണാൻ പറ്റാത്തത്. ഇത് ഫ്രണ്ടിലത്തെ ഒരു തൊടിയാണ്, കിണർ പൊളിച്ചപ്പോൾ കിട്ടിയ തൊടിയാണ്. അതുകൊണ്ട് ഞാൻ ടാങ്ക് ആക്കിയതാണ്. നല്ല ആൽഗി വാട്ടറാണ്, നല്ല ഗ്രീൻ കളറാണ്. ഇതിനകത്ത് കുറച്ച് മീനേ ഉള്ളൂ. വലിയ സിക്കിലിടുള്ളതുകൊണ്ട് ഗപ്പി ഒന്നും ഇടാൻ പറ്റില്ല, പിടിച്ച് തിന്നും. അപ്പം നമ്മൾ പിന്നെ ഇതിനകത്തൊരു ആമ്പൽ തരുന്നത്. അതിനകത്ത് വേണ്ട പുതിയതായിട്ടൊരു മുട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലൂ കളറിലെ ആമ്പലാണ്. ഈ കാണുന്നത് വേറെ റെഡ് ആമ്പലിൻ്റെ തൈയാണ്. ഞാൻ എൻ്റെ കസിന് തന്നതാണ്, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ ഡീക്യാപ്പ് RTM ആണ്. ഇതാണ് ഞാൻ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ബട്ട് ഇതെനിക്ക് വെറുതായിട്ട് തോന്നുന്നില്ല, കാരണം മെയിൻ റീസൺ ഇത് അടിയിലോട്ട് താന്ന് പോകുമ്പം ഗപ്പീസ് പിന്നെ തിന്നത്തില്ല. വെറും പൊടി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയും നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പം പുതിയ ചാനൽ ആണ്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്